ഇന്ന് കേരളത്തിൽ നിർണായക ദിവസമാണ്. നേരത്തെ പറഞ്ഞതിൽ ഒന്നും പിടികിട്ടാൻ കഴിയാത്ത, എന്തും സംഭവിക്കാനിടയുള്ള കാറ്റ് എങ്ങോട്ട് മാറി വീശു. ഇപ്പോൾ എക്സിറ്റ് പോളൊക്കെ ഒന്നുള്ള ശരിയാണ്, പക്ഷേ ആ കാറ്റ് ഇന്ന ദിശയിലെ വീശു എന്ന് ഒരു എക്സിറ്റ് പോൾ ഉറപ്പിച്ച് പറയുന്നില്ല. ആണ് സത്യം അല്ലേ? എങ്ങനെ വ്യാഖ്യാനിക്കാൻ തരത്തിലാണ് എക്സിറ്റ് പോളുകൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് തന്നെയാണ് എല്ലാ മുന്നണികളുടെയും ആത്മവിശ്വാസം. അതുകൊണ്ട് തന്നെ എന്താകും എന്നുള്ളത് പ്രവചനാതീതം എന്ന് പറഞ്ഞാൽ ഇതാണതല്ലേ? അയ്യോ, ചങ്കിടിപ്പ് എന്ന് പറഞ്ഞാൽ, എരിപൊരി സഞ്ചാരം എന്ന് പറഞ്ഞാൽ, ആകെ എന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂറിലേക്ക്, ഓരോ അരമണിക്കൂർ, ഓരോ മിനിറ്റ് കഴിയുമ്പോഴും പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വികാരം കാൽവിരലിൽ നിന്ന് മുകളിലേക്ക് കയറുന്ന ഒരു നെഞ്ചെടുപ്പ് കേരളത്തിൽ ആകമാനം പ്രകടമാണ്. അത് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ മാത്രമല്ല, അടുത്ത 5 വർഷം നമ്മളെ ആര് ഭരിക്കുന്നു, കേരളത്തിന് അടുത്ത 5 വർഷം മുഖ്യമന്ത്രി ആര് എന്ന് ചിന്തിക്കുന്ന ആർക്കും ആ നെഞ്ചെടുപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ UDF LDF ഒക്കെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അവിടെ UDF രാവിലെ സ്ഥാനാർത്ഥി ശബരിനാഥൻ പഴവങ്ങാടി ക്ഷേത്രത്തിൽ അവിടെ തടസ്സങ്ങൾ മാറ്റണേ എന്നുള്ള പ്രാർത്ഥന അങ്ങോട്ടേക്ക് എത്തുന്നു. രാവിലെ മുതൽ എല്ലാ നല്ല കാര്യങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ പഴവങ്ങാടി വരാറുണ്ട്. പിന്നെ വെട്ടുകാട് ഭീമാപ്പള്ളിക്ക് പോകാറുണ്ട്. ഇന്നലെ വെട്ടുകാട് ഭീമാപ്പള്ളി പോയി, രാവിലെ പഴവങ്ങാടി വന്നു. നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ നിഷ്ഠ കൂടിയാണ്. എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ, നാട് നല്ലതുണ്ടാകട്ടെ. ആഗ്രഹം പ്രാർത്ഥനയായിരുന്നു. അത് തീർച്ചയായിട്ടും നമ്മൾ വരുന്നൊരു സ്ഥലമാണല്ലോ. പിന്നെ ഇതൊരു പ്രത്യേക ദിവസമാണ്. തീർച്ചയായിട്ടും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ള വിശ്വാസമുണ്ട്. അപ്പം നാടിന് നല്ലത് തന്നെ വരട്ടെ, എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ ആ വിശ്വാസം. തീർച്ചയായിട്ടും നല്ല ശുഭപ്രതീക്ഷയാണ് ജനങ്ങൾക്ക്. കേരളത്തിൽ ഇനിയും പുതിയ ഒരു ഭാവിക്ക് വേണ്ടി ഒരു UDF ഗവൺമെൻറ് വരും. ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നേമത്ത് നിന്ന് ഒരു UDF MLA കൂടി ഉണ്ടാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും ആ വിശ്വാസം ഭരിക്കുകയും ചെയ്യും. അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കറുത്ത കുതിര എന്ന് പറയുന്നതൊക്കെ തന്നെ, ഈ കറുത്ത എന്ന് പറഞ്ഞാൽ വെച്ചാൽ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആണ്. അതിലോട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യില്ല. എന്നിരുന്നാലും തീർച്ചയായിട്ടും നല്ലൊരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൻ്റെ അവസാനം വിജയിക്കാമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. അല്ല, ഞാൻ പ്രതീക്ഷയിലാണ്. ആശങ്ക എന്ന് പറയുന്നത് പ്രതീക്ഷയിലാണ്. ഓക്കെ, താങ്ക്സ്. ഞാനിന്ന് നാട്ടുകാരോട് പോയിട്ട് പിന്നെ കൗണ്ടിങ് സ്റ്റേഷനിലൊന്ന് മാറിവാനിസിൽ സെയിൻറ്റ് ജോൺ സ്കൂളിലാണ് പോയിട്ടൊന്ന് വരും. ശരി, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ശബരിനാഥന്റെ പതിവ് അങ്ങനെ തന്നെയാണ്. പഴവങ്ങാടി ക്ഷേത്രത്തിൽ പോകുന്നു, അവിടെ വിഘ്നങ്ങൾ മാറ്റാൻ ഗണപതിയോട് പ്രാർത്ഥിക്കുന്നു, നേരെ ആറ്റുകാൽ പോകുന്നു. അതിനുശേഷം അങ്ങനെ ആ വോട്ടെടുപ്പ് ദിവസം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ എല്ലാവരും ആ പ്രാർത്ഥനയിലാണ്. എല്ലാവരും അവരവരുടെ ഇഷ്ടദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ ഞങ്ങളെ കൈവിടല്ലേ എന്ന പ്രാർത്ഥന. വഴിപാട്, കുർബാന, അങ്ങനെ മൊത്തത്തിൽ ബഹളമാണ്. അതിൽ ആരൊക്കെ തുണയ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ എന്ത് ചെയ്യും? കമ്മ്യൂണിസ്റ്റുകൾ പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്ന്. ശരി, അപ്പോൾ എന്തായാലും ആരുടെ പ്രാർത്ഥനയാണ് കാത്തിരുന്ന് കാണാം. മേഘനാമരോട് ചേർന്നു. മേഘന, ശബരിനാഥൻ പഴവങ്ങാടിയിൽ തുടങ്ങുകയാണ് എല്ലാ തവണയും. വോട്ടെടുപ്പ് ദിവസം, അതിനു മുമ്പ് പ്രചരണത്തിനിറങ്ങുന്ന ദിവസം, അതുപോലെ പതിവ് പോലെ വോട്ടെണ്ണൽ ദിവസവും തുടങ്ങുന്നു. എന്തെങ്കിലും പ്രതീക്ഷ പറഞ്ഞോ? ഗുഡ് മോർണിംഗ് മേഘന. ഗുഡ് മോർണിംഗ് ഹാഷ്മി. അതിൽ ഈ വോട്ട് എണ്ണുന്ന ദിവസവും അതുപോലെ തന്നെ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസവും ഒക്കെ ശബരിനാഥിന്റെ ഒരു നിത്യജീവിതം എന്ന് പറയുന്നത് ഈ പഴവങ്ങാടി അമ്പലത്തിൽ നിന്ന് എല്ലാ ശുഭകാര്യങ്ങളും തുടങ്ങുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇന്നും ശുഭപ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. അവസാന നിമിഷവും നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ നേമത്ത് വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് ശബരിനാഥൻ പറയുന്നത്. UDF അധികാരത്തിൽ വരും, അതോടൊപ്പം നേമത്ത് നിന്ന് ഒരു MLA UDFിലേക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ശബരിനാഥൻ പറയുന്നത്. ഇത് കഴിഞ്ഞ് പഴവങ്ങാടി ക്ഷേത്രത്തിന് ശേഷം ആറ്റുകാലേക്കായിരിക്കും പോവുക. ആറ്റുകാലിൽ നിന്ന് പിന്നീട് കൗണ്ടിംഗ് സെന്ററിലേക്ക് അടക്കം പോകുമെന്നുള്ളതാണ് ശബരിനാഥൻ പറയുന്നത്. ശുഭപ്രതീക്ഷയാണ്. നമ്മൾ നേമത്തെക്കുറിച്ചടക്കം സൂചിപ്പിക്കുമ്പോൾ സംസ്ഥാനത്ത് തന്നെ സ്റ്റാർ മണ്ഡലമായി സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലമായി നേമം മുന്നേ തന്നെ മാറിയിട്ടുണ്ട്. ആദ്യമായി BJPക്ക് NDAക്ക് ഒരു സീറ്റ് ലഭിച്ച മണ്ഡലമെന്ന പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ്. അവിടെ നിന്നാണ് ശബരിനാഥൻ UDFന് വേണ്ടി കളം പിടിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതും പറയേണ്ടതാണ്. ശബരി, അവസാന നിമിഷം നല്ല വിജയപ്രതീക്ഷയാണ്. എന്തായാലും ഇനിയിപ്പോൾ നാട്ടുകാരോടൊന്ന് പോകണം, എന്നിട്ട് നേരെ കൗണ്ടിംഗ് സെന്ററിലേക്ക് വരും. അതെ, തീർച്ചയായിട്ടും നല്ല വിജയം ഉണ്ടാകും. ശരി, കാണാം. അങ്ങനെ തന്നെയാണ് ഹാഷ്മി. നേമത്ത് ഇത്തവണ UDF അധികാരത്തിൽ വരുമെന്നുള്ളതാണ് ശബരിനാഥന്റെ അവസാന നിമിഷ പ്രതീക്ഷ എന്ന് പറയുന്നത്. ആ പ്രതീക്ഷയ്ക്ക് ഈ UDFിലൂടെ അതുപോലെ തന്നെ ജനങ്ങൾ തന്റെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യമാണ് ശബരിനാഥൻ പറയുകയും ചെയ്യുന്നത്. എന്തായാലും നേമത്ത് LDFിന് വേണ്ടി V ശിവൻകുട്ടി രംഗത്തിറങ്ങുന്നു. അതുപോലെ തന്നെ NDAക്ക് വേണ്ടി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മത്സര രംഗത്തിറങ്ങുന്നു. അങ്ങനെ ശക്തമായ ത്രികോണ പോരാട്ടം. അതിൽ താമര വിരിയും. അതിൽ NDA സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു താമര വിരിയിക്കാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് NDAക്ക് ുള്ളത്. NDAയുടെ A+ മണ്ഡലമായാണ് നേമം കരുതുകയും ചെയ്യുന്നത്. എന്നാൽ ശബരിനാഥൻ ഇപ്പോഴും പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത് അവിടെ UDFന് ഒരു സീറ്റ് കിട്ടും. UDF അധികാരത്തിലെത്തുമ്പോൾ നേമത്തിൽ ഒരു MLA UDFനായി ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് പറയുകയും ചെയ്യുന്നത്. നേമം രാഷ്ട്രീയ കേരളത്തിന് വലിയ ആകാംക്ഷ. BJP അവിടെ ബാക്കി എവിടെ സീറ്റ് പോയാലും അവിടുത്തെ സീറ്റ് കൃത്യമായി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലം. V ശിവൻകുട്ടി 6782 വോട്ടുകൾക്ക് ജയിക്കുമെന്ന് മിനിഞ്ഞാന്നും പറഞ്ഞ സ്ഥലം.
ശബരിനാഥൻ അവിടെ ഇറങ്ങി കേവലം ഒരു സ്ഥാനാർത്ഥിയായിട്ടല്ല, അല്ല കേവലം തോൽക്കാനുള്ള സ്ഥാനാർത്ഥിയായിട്ടല്ല, ജയിക്കാനുള്ള സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പ്രചരണത്തിലുടനീളം കാഴ്ചവെച്ച സ്ഥലം എന്തുവെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. ഇനിയിപ്പം എത്രയാണ്? ഇനിയിപ്പോൾ എത്ര മണിക്കൂർ? ഒരു മണിക്കൂറും 50 മിനിറ്റ് മാത്രമാണ് ബാക്കി. 1 മണിക്കൂർ 50 മിനിറ്റ് മാത്രം ബാക്കി. അതിനപ്പുറം ഈ പറയുന്ന ഈ പോയ 26 ദിവസം സുഷുപ്തിയിലായിരുന്ന EVM-കളെ തട്ടി ഉണർത്തിക്കൊണ്ട് വെക്കാൻ പോകുന്നു. അവിടെ എണ്ണി തുടങ്ങാൻ പോകുന്നു. എണ്ണി തുടങ്ങി 8 മണി കഴിഞ്ഞ് 8:10, 8:15, 8:20, 8:30 ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് കേരളത്തിന്റെ ദിശ എങ്ങോട്ടൊന്ന് ചെറുതായിട്ടെങ്കിലും അറിയാൻ കഴിയും. പക്ഷേ എണ്ണി തുടങ്ങുന്ന 8 എന്ന് പറയുന്ന അതേ സമയം ആദ്യത്തെ സൂചനകൾ 24-ലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. 8:10 ആദ്യ സൂചനയ്ക്ക് പരമാവധി പോസ്റ്റൽ വോട്ട് എണ്ണി തുടങ്ങുന്ന 8:10 ആദ്യ സൂചന വരും. ആധികാരികമായി ആദ്യം ഏതെങ്കിലും തരത്തിൽ കള്ളത്തരവില്ല, ഏതെങ്കിലും തരത്തിൽ ഫ്രോഡ് പണിയില്ല, ഏതെങ്കിലും തരത്തിൽ ബോട്ടില്ല, ഒന്നുമില്ല. ആദ്യഘട്ടത്തിൽ ആധികാരികമായ ആദ്യ സൂചന പ്രേക്ഷകരിലേക്ക് എത്തിക്കും. പ്രേക്ഷകർക്ക് എപ്പോഴും പരിചയമുള്ളതാണ് നമ്മുടെ മാജിസ്ട്രേറ്റ്. നമ്മളെ ഒക്കെ പോലെ പ്രേക്ഷകരുടെയും സുഹൃത്താണ് ഇലക്ഷൻ ദിവസം നമ്മൾ മാജിസ്ട്രേറ്റ്. പ്രേക്ഷകരെ സ്ക്രീനിലേക്ക് നോക്കൂ. യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല. കേരളം മൊത്തം 140 സീറ്റിൽ LDF എത്ര, UDF എത്ര, NDA എത്ര എന്ന ഒറ്റ നോട്ടത്തിൽ യാതൊരു ജാടയും വേലയില്ലാതെ, ഏതെങ്കിലും തരത്തിൽ സങ്കീർണതകളോ ജാടകളോ ഇല്ലാതെ വളരെ പെട്ടെന്ന് അറിയാൻ കഴിയുന്ന രീതിയിലുള്ള ടാലി സ്ക്രീൻ ഏറ്റവും മുകളിൽ. അതിന് താഴെ 140 മണ്ഡലങ്ങൾ: കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, കുന്നമംഗലം എന്നിങ്ങനെ 10 മണ്ഡലങ്ങൾ, 30 മണ്ഡലങ്ങൾ വീതം അതിന് മാറി മാറി വരുന്നു. ഏറ്റവും താഴെ പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞ 30 മണ്ഡലങ്ങളടക്കം എങ്ങോട്ടും ചാഞ്ചാടാവുന്ന തിരിയാവുന്ന 10-30 മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. ഏറ്റവും താഴെ അതടക്കം, അതല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തട്ടിമറിയുണ്ടെങ്കിൽ അതടക്കം താഴെ ആ സ്ക്രീനിൽ കാണാം. ഏറ്റവും മുകളിൽ ഒരു ചെറിയ കോളത്തിൽ ഞങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഈ മാജിക് സ്ക്രീൻ തന്നെയാണ് എപ്പോഴത്തെ പോലെ നമ്മുടെ അട്രാക്ഷൻ. അപ്പോൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യം പിടികിട്ടുന്ന രീതിയിലാണ് നമ്മുടെ മാജിക് സ്ക്രീൻ. തീർച്ചയായും പ്രേക്ഷകർ അപ്പോൾ ആ മാജിക് സ്ക്രീനിലേക്ക് കണ്ണു നട്ടിരിക്കുക. കേരളത്തിന്റെ ചലനം എങ്ങോട്ടാണെന്നുള്ളത് അനുനിമിഷം ആ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് അറിയാം. ഒരാശങ്കയും വേണ്ട, ഒരു കൺഫ്യൂഷനും വേണ്ട. നോക്കുന്ന ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന നിലയിൽ നമ്മളത് ക്രമീകരിച്ചിരിക്കുന്നു. സിമ്പിൾ, വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു സങ്കീർണത ഇല്ല എന്നുള്ളതാണ്. യാതൊരു ആയാസമില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല എന്ന് യാതൊരു ഡിസ്ക്ലൈമറും തരാൻ പറ്റത്തില്ല. വൻ ടെൻഷനായിരിക്കും, ഒരു തർക്കവും ഇല്ല. ചങ്കിടിക്കുന്ന റിസൾട്ട് ആയിരിക്കും. കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് അറിയാത്ത രീതിയിൽ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നു. ശരിയാണ്, UDF-ന് ഈ പറഞ്ഞ ചാണക്യ ഒഴികെയുള്ള എക്സിറ്റ് പോളുകൾ കൃത്യമായ ഒരു മേൽക്കൈ നൽകുന്നുണ്ട്. കൃത്യമായ മേൽക്കൈ നൽകുന്നു എന്ന് പറയുമ്പോൾ പോലും ആരും ഭയക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല എന്ന സന്ദേശം അത് നൽകുന്നില്ല. ഉള്ളതുപോലും പരമാവധി 90, ആക്സിസ് ബാങ്ക് ഇന്ത്യ പറയുന്നത് പരമാവധി 90 സീറ്റാണ്. അതുകൊണ്ട് എന്തും സംഭവിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ കാര്യങ്ങൾ മാറി മറിയാം. 1 സീറ്റ് എന്ന് പറഞ്ഞെടുത്ത് 2 സീറ്റ് എന്ന് പറഞ്ഞെടുത്ത് BJP NDAയിലേക്ക് എത്തുമ്പോഴേക്കും ഏറ്റവും ഒടുവിൽ സർവേ റിസൾട്ട് വരുമ്പോൾ പലരും അത് 12ഉം 14ഉം ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ വലിയ കോൺഫിഡൻസ് പറയുന്നു 20% വോട്ട് ഷെയർ ഉയർത്തും എന്ന് BJP ക്യാമ്പോൾ ഇപ്പോൾ കോൺഫിഡൻസ് പ്രകടിപ്പിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.